ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. എന്തായി? ഞാനൊരു ഡ്രസ്സ് വാങ്ങാനായിട്ടൊരു കടയിൽ ഇങ്ങനെ പോയി. ഈ കടയിൽ എന്റെ ഞാൻ പോയ വണ്ടി സ്കൂട്ടിയുടെ ചാവി എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ കടയിൽ കയറി ഡ്രസ്സിങ് റൂമിൽ കയറി ഡ്രസ്സ് ചെയ്തു. എന്നിട്ട് ഈ ഡ്രസ്സ് ഓക്കെ ആണെന്ന് ഉറപ്പിച്ചു. അപ്പോഴേക്കും ഈ ചാവി അവിടെ ഇങ്ങനെ ഡ്രസ് റൂമിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ചാവി എടുക്കുന്നു, ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ചാവി മിസ്സാക്കരുതെന്ന് എന്റെ മനസ്സിലുമുണ്ട്. ചാവി എടുക്കുന്നു, വേറെ ഡ്രസ്സൊക്കെ നോക്കുന്നു, കറങ്ങി തിരിഞ്ഞ് ബില്ലിങ്ങിന്റെ ടൈമിൽ അവിടെ ചെന്ന സമയത്ത് എന്റെ ഈ ചാവി ടെറിബിൾ സിറ്റുവേഷൻ. ഇത്രയും നേരം ബില്ലായിട്ട് ചാവിയാണോ കൊടുക്കുന്നത്? അതാണ് ഞാൻ ഇത്രയും നേരം ബോധമായിട്ട് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇത് മിസ്സാവരുത് നിങ്ങൾ എടുത്തോണ്ടിരിക്കണം ബോധപൂർവ്വം. എന്നിട്ട് ബില്ല് കൊണ്ടുകൊടുത്ത സമയത്ത് എന്റെ ഈ ചാവി എന്തു പറ്റി, എവിടെ പോയി ചാവി? എവിടെ പോയി? അവര് പറഞ്ഞു വണ്ടിയിലൊന്ന് നോക്കിക്കൂടെയെന്ന് ചോദിച്ചു. അവരുടെ ചാവി എടുക്കാൻ മറന്നാണെങ്കിലോ? പക്ഷെ അതെന്നെ എനിക്ക് എന്റെ മനസ്സിന് സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ ഇത്രയും നേരം കണ്ടതാണ് ഞാൻ ചാവി എടുക്കുന്നതും വെക്കുന്നതും. ഇനി വണ്ടി വെച്ച് മറന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം ചെയ്തതെല്ലാം ഹാലുസിനേഷൻ ആയി. അതുകൊണ്ട് തന്നെ ഞാനത് പോയില്ല. എന്നിട്ട് ഞാൻ ഒന്ന് പോയി നോക്കി. ഹാലുസിനേഷൻ ആണെങ്കിൽ എനിക്ക് വട്ടാണെന്ന് ഉറപ്പിക്കാൻ. ഞാനൊന്ന് പോയി നോക്കിയപ്പോഴത്തേക്ക് വണ്ടിയിലില്ല. സംഭവം ഉള്ളതാണ്, ഞാൻ ചാവി എടുത്തായിരുന്നു. ഇങ്ങനെ ഞാൻ ടെൻഷനായി, മനസ്സിലായി. എന്റെ ബോധം പോകുന്നൊരവസ്ഥ. ചാവി കിട്ടി. ചാവി സംഭവം ഞാൻ ഈ ഡ്രസ്സ് കൊടുത്തപ്പോ ഡ്രസ്സിന്റെ കൂടെ പൊതിഞ്ഞു കൊടുത്തു. ചാവിയും കൂടെ ബില്ല് എന്ത് ചെയ്തു? വണ്ടിയുടെ ബില്ലും കൂടെ വന്നേനെ. അവിടുത്തെ ബില്ല് കൊടുക്കാൻ പോലും കയ്യിൽ കാശില്ല. വണ്ടിയുടെ ബില്ലും കൂടെ വന്നു കഴിഞ്ഞാൽ അടിച്ച് കിട്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും അത് എടുത്തോണ്ട് ഓടാൻ. വളരെ മോശമായി പോയി. അതുകൊണ്ട് അത് നടക്കാൻ എന്തുകൊണ്ട് നല്ലതെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരവസ്ഥ.